ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കേരള വാട്ടർ അതോറിറ്റീൻ്റെ ഓപ്പറേറ്റർ എന്ന എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്സ് ആണ്. അതിൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ ആ ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കുക, അതിൻ്റെ മെയിൻ പാർട്സിന് ജസ്റ്റ് പറയുകയാണ്. ഡെഫിനേഷൻ, main parts of CA engine, types of CA engine, two-stroke CA engine, four-stroke CA engine, and comparison. So ഇത്ര രണ്ട് ടേബിൾ ഓഫ് കണ്ടൻസ്. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഡെഫിനേഷൻ ആണ് അല്ലേ. എന്താണ് ഒരു സി എഞ്ചിൻ നോക്കുക. എന്താണ് ഒരു സി എഞ്ചിൻ എന്ന് വെച്ചാൽ, ഒരു സി എഞ്ചിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ, അതിനാണ് നമ്മൾ സി എഞ്ചിൻ എന്ന് പറയുന്നത്. ഈസ് എൻ എഞ്ചിൻ ഇൻ വിച്ച് ദ ഫ്യൂവൽ ചാർജ് ഈസ് ഇഗ്നൈറ്റഡ് ബൈ ദി ഹീറ്റ് ഓഫ് കംപ്രഷൻ. അതായത് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനിൽ ആ ഫ്യൂവൽ ചാർജ് ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്യൂവലിനാണ് ചാർജ് എന്ന് പറഞ്ഞത്. ഫ്യൂവൽ ഇഗ്നൈറ്റ് വെച്ചാൽ ബേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്രഷൻ മൂലമാണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. സോ ആ കംപ്രഷൻ മൂലം ഫ്യൂവൽ ബേൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താ? ഇൻ എ സി എഞ്ചിൻ air is let into the combustion chamber and compressed to a very high pressure. അതായത് എയർ എന്തെടുക്കുന്നത്? കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനെ വെരി ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. പിന്നെ അടുത്ത് നോക്കുക, എ ഡീസൽ എഞ്ചിൻ ആൾസോ നോൺ ആസ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. ഒരു ഡീസൽ എഞ്ചിൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് ഡീസൽ സൈക്കിൾ. നമ്മൾ പെട്രോൾ എഞ്ചിനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഓട്ടോ സൈക്കിൾ. അതുപോലെ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഏത് സൈക്കിൾ ബേസ് ആയിട്ടാണ്? ഡീസൽ സൈക്കിളിൻ്റെ വേറെ പേരാണ് എന്ത്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ സൈക്കിൾ. അതായത് ഇവിടെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെ, എന്ത് കണ്ടീഷനിലായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താ? ദ ഡീസൽ എഞ്ചിൻ നെയ്മഡ് ആഫ്റ്റർ റുഡോൾഫ് ഡീസൽ ഈസ് ആൻ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അതായത് റുഡോൾഫ് ഡീസൽ എന്ന സയൻറ്റിസ്റ്റാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഡീസൽ എഞ്ചിൻ ഏത് ടൈപ്പ് എഞ്ചിനാണ്? ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എന്താണ് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വെച്ചാൽ, ഇവിടെ കമ്പസ്റ്റൻ നടക്കുന്ന എവിടെ ആയിരിക്കും? സിലിണ്ടറിൻ്റെ, അതായത് എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും കമ്പസ്റ്റൻ നടക്കുന്നത്. എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കമ്പസ്റ്റൻ നടക്കണം നമ്മൾ എന്ത് പറയും? അതിന് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയും. ഇനി ഔട്ടർ ആണെങ്കിലോ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഇവിടെ ഡീസൽ എഞ്ചിൻ വെച്ചാൽ എന്താണ്? ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഇനി ഒരു എഞ്ചിൻ നടക്കുന്ന ഏറ്റവും ബേസിക് കൺവേർഷൻ അതായത് എഞ്ചിൻ കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. അതായത് നമ്മൾ ഉള്ളിൽ ഫ്യൂവലായിട്ട് കൊടുക്കും. ഫ്യൂവൽ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യും? എഞ്ചിൻ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താ? മെക്കാനിക്കൽ എനർജി നമ്മൾ വണ്ടി മൂവ് ചെയ്യുക, വീലും റൊട്ടേറ്റ് ചെയ്യുക, അതൊക്കെ എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. സോ അതാണ് പറയുന്നത് എഞ്ചിൻ കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. സോ അടുത്ത സ്ലൈഡ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ആനിമേഷനാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ടോ? ഇവിടെ കംപ്രസ്ഡ് എയർ വരുന്നുണ്ട്, ഫ്യൂവൽ വരുന്നുണ്ട്, എയർ ഇൻടേക്ക് വരുന്നുണ്ട്. നോക്കുക, ഇവിടെ ഫ്യൂവലും എയർ ഇൻടേക്ക് സെപ്പറേറ്റാണ് വരുന്നത് അല്ലേ. നമ്മൾ പെട്രോൾ എഞ്ചിൻ എങ്ങനെയാണ്? എയറും ഫ്യൂവലും മിക്സ് ആക്കിയിട്ട് വരുന്നത്. അത് കാർബറേറ്റർ വഴി എയറും ഫ്യൂവലും മിക്സ് ആക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ എങ്ങനെയാണ്? എയറും ഫ്യൂവലും സെപ്പറേറ്റ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു മെക്കാനിസം അതാണ് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. നോക്കുക എന്തൊക്കെയാണ് ഒരു മെയിൻ പാർട്സ് എന്ന് നോക്കുക. എന്തൊക്കെയാണ് മെയിൻ പാർട്സ് ഒരു ഡീസൽ എഞ്ചിൻ? ഫ്യൂവൽ സിസ്റ്റം വരുന്നുണ്ട്, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, എയർ ഇൻടേക്ക് സിസ്റ്റം വരുന്നുണ്ട്, എക്സോസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്, കൂളിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇത്രയാണ് അതിൻ്റെ മെയിൻ പാർട്സ്. ഇനി ഈ ഡീസൽ എഞ്ചിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പാർട്സ് ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് നോക്കിയാൽ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? മെയിൻ പാർട്സ് നോക്കുക. പാർട്സ് വരികയാണെങ്കിൽ ഒന്ന് ഒരു എയർ ഇൻടേക്ക് സിസ്റ്റം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ടാവും. പിന്നെ വേറെ ഫിഗർ ഞാൻ കാണിക്കാം, ജസ്റ്റ് ഇപ്പോൾ നോക്കുക. പിന്നെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന എയർ എന്ന് വെച്ചാൽ എന്തായാലും കംപ്രസ്ഡ് എയർ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. പിന്നെ ഇൻടേക്ക് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടാവും, ഒരു എക്സോസ്റ്റ് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പിസ്റ്റൺ എന്ന് പറയും. ഇനി ഈ റോട്ടറി മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയും? ക്രാങ്ക് എന്ന് പറയും. ഇനി ഈ പിസ്റ്റണിനെയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന പോർഷൻ, ഈ പോർഷൻ നമ്മൾ എന്ത് പറയും? കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. ഈ റോഡിനെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയും.
പിന്നെ ഇതെല്ലാം ഈ പിസ്റ്റണും കണക്റ്റിംഗ് റോഡൊക്കെ ഏതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്? ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ഒക്കുപ്പൈ ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയും ഒരു സിലിണ്ടർ എന്ന് പറയും. ഇത്രയാണ് അതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ്. നമ്മൾ കൺസ്ട്രക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ മെയിൻ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നോക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഓരോ പാർട്ടിൽ നമുക്ക് പോവാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ഫ്യൂൽ സിസ്റ്റത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. ഫ്യൂൽ സിസ്റ്റം നോക്കുക, എന്തൊക്കെയാണ് ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഫ്യൂൽ സിസ്റ്റം. എന്തൊക്കെയാണ് ഫ്യൂൽ സിസ്റ്റത്തിൽ നോക്കിയാൽ ഒരു ഫ്യൂൽ ടാങ്ക് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു പ്രിലിമിനറി ഫ്യൂൽ ഫിൽട്ടർ ഉണ്ട്. ഫ്യൂൽ ടാങ്കിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഫ്യൂൽ ഫിൽട്ടർ ഉണ്ട്. പിന്നെന്താ, ഒരു ഫീഡ് പമ്പ് ഉണ്ട്. ഫീഡ് പമ്പിന് അഗെയിൻ ഫ്യൂൽ ഫിൽട്ടറിലേക്കാണ് പോകുന്നത്. ഫ്യൂൽ ഫിൽട്ടറിൽ നിന്ന് വീണ്ടും ഒരു ഇഞ്ചക്ടർ പമ്പിലേക്ക് പോകുന്നുണ്ട്. ഇഞ്ചക്ടർ പമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഫ്യൂൽ എങ്ങോട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഫ്യൂൽ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ഫ്യൂൽ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നോക്കുക എന്തൊക്കെയാണ് വരുന്നത്. ഈ പാർട്സിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്? ഫ്യൂൽ ടാങ്ക്, വാട്ടർ സെപ്പറേറ്റർ, ഫീഡ് പമ്പ്, ഫിൽട്ടർ, ഇഞ്ചക്ഷൻ പമ്പ്. ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് ഇഞ്ചക്ടർ നോസിൽ വഴി എവിടത്തേക്ക് പോകും? സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂൽ പോകും. സോ നമുക്ക് ഓരോ പാർട്ടായിട്ട് പോവാം. നോക്കുക, ഫസ്റ്റ് പാർട്ട് നോക്കുക. ഫ്യൂൽ ടാങ്ക് ഈസ് ഫോർ സ്റ്റോറിങ് ഫ്യൂൽ. അത് നോർമലി നമ്മൾ ഫ്യൂൽ നമ്മൾ പെട്രോൾ ഡീസൽ ഫില്ല് ചെയ്യുമല്ലോ. ആ ഡീസൽ ഫില്ല് ചെയ്യുന്ന ഫ്യൂൽ എവിടെ സ്റ്റോർ ചെയ്യുക? ഒരു ടാങ്കിലാണ് സ്റ്റോർ ചെയ്യുക അല്ലേ? പെട്രോൾ ടാങ്കിലും ഡീസൽ ടാങ്കും എന്ന് പറയും. അതായത് വണ്ടീൻ്റെ പെട്രോൾ ടാങ്കിലും ഡീസൽ ടാങ്ക്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത്. ആ ടാങ്ക് ജനറലി ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഷീറ്റ് മെറ്റൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഷീറ്റ് മെറ്റൽ. മോസ്റ്റ് ഫ്യൂൽ ടാങ്ക്സ് ഹാവ് എ ഫ്യൂൽ ഗേജ്. എന്തിനാണ് ഫ്യൂൽ ഗേജ് യൂസ് ചെയ്യുന്നത്? ടു ചെക്ക് ദി ഫ്യൂൽ ലെവൽ ആൻഡ് എ ഡ്രെയിൻ പ്ലഗ് ടു ഡ്രെയിൻ ഫ്യൂൽ. രണ്ട് പോയിന്റ്സ് ഉണ്ടാവും എല്ലാ ഫ്യൂൽ ടാങ്കിനും. ഒന്നൊരു ഫ്യൂൽ ഗേജ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്യൂൽ ലെവൽ ചെക്ക് ചെയ്യാൻ. അതുപോലെ ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ടാവും. എന്തിനാണ്? ഈ ഫ്യൂൽ ടാങ്കിലെ ഫ്യൂൽ ഡ്രെയിൻ ചെയ്യാൻ. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? വാട്ടർ സെപ്പറേറ്റർ. വാട്ടർ സെപ്പറേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കിയേ? വാട്ടർ സെപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഡേർട്ട് ആൻഡ് വാട്ടർ ഫ്രം ഫ്യൂൽ. അതായത് ഫ്യൂലിലെ ഡേർട്ട് കണ്ടൻറ്റ് അതുപോലെ വാട്ടർ കണ്ടൻറ്റ് അതൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ഉപയോഗിക്കുന്നതാണ് എന്ത്? വാട്ടർ സെപ്പറേറ്റർ. നെക്സ്റ്റ് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോവുക? ഫ്യൂൽ ഒരു ഫീഡ് പമ്പിലേക്ക് പോവുക അല്ലേ? ഫീഡ് പമ്പ് എന്താ ചെയ്യുന്നത്? ഫീഡ് പമ്പ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ഫ്യൂൽ ടു ഫിൽട്ടർ ആൻഡ് ഇഞ്ചക്ഷൻ പമ്പ്. അതായത് അടുത്തൊരു ഫിൽട്ടർ ഇഞ്ചക്ഷൻ പമ്പിലേക്കാണ് പോവുക. ആ ഫിൽട്ടർ ആൻഡ് ഇഞ്ചക്ഷൻ പമ്പാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂവലിൻ്റെ ബാക്കിയുള്ളത് സിലിണ്ടറിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കി, ഫ്യൂവൽ സിസ്റ്റം മസ്റ്റ് പ്രഷറൈസ് ദി ഫ്യൂവൽ ടു ഓപ്പൺ ദി നോസിൽ. അതായത് ഇവിടുന്ന് ഫീഡ് പമ്പിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഫ്യൂവൽ ഹൈ പ്രഷറിലായിരിക്കണം. ഹൈ പ്രഷറിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? ആ നോസിൽ ഓപ്പൺ ചെയ്യൂ. ഏത് നോസിൽ? ഇഞ്ചക്ടർ നോസിൽ ഓപ്പൺ ചെയ്യൂ. ഈ ഫ്യൂവൽ ഹൈ പ്രഷർ ഫ്യൂവലാണ്. ആ പ്രഷർ ഹൈ പ്രഷറിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ നോസിൽ ഓപ്പൺ ആവുന്നത്. സോ ദി പ്രഷർ റിക്വയേർഡ്, അത് ഓപ്പൺ ചെയ്യാനുള്ള പ്രഷർ റിക്വയർഡ് എത്രയാ? ടിപ്പിക്കലി 350 to 450 PSI. ദിസ് PSI എന്ന് വെച്ചാൽ അറിയാലോ, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. അതാണ് PSI, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. ഇനി ദിസ് വർക്ക് ഈസ് മെയിൻലി ഡൺ ബൈ ദി ഇഞ്ചക്ഷൻ പമ്പ്. അതായത് ഈ ഹൈ പ്രഷറിലേക്ക് ഈ ഫ്യൂവലിനെ എത്തിക്കുന്നത് ആരാണ്? ഇഞ്ചക്ഷൻ പമ്പ് വെച്ചാണ് നമ്മൾ ഹൈ പ്രഷറിൽ എത്തിക്കുന്നത് ഫ്യൂവലിനെ. ഇനി ഹൈ പ്രഷർ ഫ്യൂവൽ എന്ത് ചെയ്യും? നേരെ ഇഞ്ചക്ടർ പമ്പിലേക്ക് പോയി ഇഞ്ചക്ടർ പമ്പിൽ നിന്ന് എന്ത് ചെയ്തു? നോസിലേക്ക് പോയി. നോസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? ഹൈ പ്രഷർ കാരണം എന്ത് ചെയ്യും? അത് നോസിലിനെ ഓപ്പൺ ചെയ്യും. ദി ഇഞ്ചക്ടർ നോസിൽ ഇഞ്ചക്ട്സ് ഫ്യൂവൽ ഇൻ ടു ദി കമ്പസ്റ്റൻ. ഇവൻ്റെ ഇഞ്ചക്ടർ നോസിൽ ഓപ്പൺ ആവും. അതിൻ്റെ ഫ്യൂവൽ എങ്ങോട്ട് പോകും? കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക്, അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോകും. The injector nozzle atomizes fuel, which is the breaking up of fuel into small particles. ഇഞ്ചക്ടർ നോസിൽ എന്ത് ചെയ്യും? ആ ഫ്യൂവലിനെ അറ്റോമൈസ് ചെയ്യുക, ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആക്കും. അപ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആക്കുന്നതിന് എന്ന് പറയുന്നത് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താ? ദ ഫ്യൂവൽ മസ്റ്റ് ബി അറ്റോമൈസ്ഡ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദി കമ്പസ്റ്റൻ ചേമ്പർ. ഇത് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫ്യൂവൽ വളരെ ചെറിയ പാർട്ടിക്കിൾ ആയിരിക്കണം. അങ്ങനെ മാത്രമേ എന്ത് സംഭവിക്കൂ? പ്രോപ്പർ കമ്പസ്റ്റൻ നടക്കൂ. സോ അതിനെ നമ്മൾ ആ ചെറിയ പാർട്ടിക്കിളെ ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നോർമലി ഒക്കർ ചെയ്യുന്നത് ഒരു പ്രഷർ റേഞ്ചിലാണ്. എത്ര പ്രഷർ റേഞ്ചിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്? പ്രഷർ ബിറ്റ്വീൻ 1500 to 4000 PSI. ഇതാണ് നോർമൽ പ്രഷർ റേഞ്ച്. രണ്ട് പ്രഷർ നമ്മൾ പറഞ്ഞു. ഒന്ന് എന്താണ്?
ഫ്യൂവൽ സിസ്റ്റം ഇനീഷ്യലി പ്രഷറൈസ് ചെയ്യുന്ന എത്ര വരിക 350 to 450 PSI. പിന്നെ അതിന് ശേഷം ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എൻ്ററിന് ശേഷം എന്ത് ചെയ്യും, ഫ്യൂവൽ അറ്റോമൈസ് ചെയ്യും. അറ്റോമൈസ് ചെയ്യുന്ന പ്രഷർ എത്രയാണ് 1500 to 4000 PSI. ഇനി അടുത്ത പാർട്ട് നോക്കാം. അടുത്ത പാർട്ട് എന്താണ്? അടുത്ത പാർട്ടാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതിൻ്റെ മെയിൻ പാർട്ട് നോക്കുക എന്തൊക്കെയാണ്? ഓയിൽ സമ്പ്, മെയിൻ ഗാലറി, മെയിൻ ബിയറിംഗ്, സമ്പ് ഓർ സിലിണ്ടർ ഓയിൽ, ക്രാങ്ക് പിൻ. ഇതാണ് ലൂബ്രിക്കേഷൻ്റെ ഒരു ഫ്ലോ. സോ ഫസ്റ്റ് നോക്കുക, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഓയിൽ സമ്പിലാണ് സ്റ്റോർ ചെയ്യുക. അവിടുന്ന് ഓയിൽ സമ്പ് എന്ത് ചെയ്യും? ഫ്രം വേറെ ഓയിൽ സമ്പ് ടേക്സ് ദി ഓയിൽ ത്രൂ എ സ്ട്രെയിനർ. സ്ട്രെയിൻ എന്നുള്ള പോർഷൻ സ്ട്രെയിനറിലേക്ക് ഓയിൽ ഫ്ലോ ചെയ്യും സമ്പന്ന്, ആൻഡ് ഡെലിവേഴ്സ് ഇറ്റ് ത്രൂ എ ഫിൽട്ടർ ത്രൂ എ മെയിൻ ഗാലറി. ഒരു ഫിൽട്ടർ വഴി എന്ത് ചെയ്യും? ഒരു മെയിൻ പാർട്ടിലേക്ക്, അതായത് ലൂബ്രിക്കേഷൻ മെയിൻ പാർട്ടിലേക്ക് ഓയിൽ ഫ്ലോ ചെയ്യും. ഇനി ഫ്രം ദി മെയിൻ ഗാലറി ദി ഓയിൽ ഫ്ലോസ് ടു ദി മെയിൻ ബിയറിങ്സ്. അവിടുന്ന് എന്ത് ചെയ്യും? ബിയറിങ്സിലേക്ക് ഓയിൽ പോകും. ആഫ്റ്റർ ലൂബ്രിക്കേറ്റിംഗ് ദി മെയിൻ ബിയറിങ്സ് സം ഓഫ് ദി ഓയിൽ ഫോൾസ് ബാക്ക് ടു ദി സമ്പ്. സമ്പിലേക്ക് തിരിച്ചു വരും. ഇനി സം ഈസ് സ്പ്ലാഷ്ഡ് ടു ദി സിലിണ്ടർ വാൾ. കുറച്ച് എന്ത് ചെയ്യും? സിലിണ്ടറിൻ്റെ കമ്പസ് ചേമ്പറിൻ്റെ സിലിണ്ടർ ഉണ്ടല്ലോ, ആ സിലിണ്ടറിൻ്റെ വാളിലേക്കും കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യും. അതെന്തിനാണ്? ഇപ്പോൾ കമ്പസ് നടക്കുമ്പോൾ എന്തായിരിക്കും? സിലിണ്ടർ വാൾ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുക, സിലിണ്ടർ വാൾ എപ്പോഴും നല്ല ചൂടായിട്ട് ഉണ്ടാവുക. സോ നമുക്ക് എന്ത് ചെയ്യണം? സിലിണ്ടർ വാളിനെ തണുപ്പിക്കണം. സോ അതിനെന്ത് നമ്മൾ ചെയ്യും? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അപ്ലൈ ചെയ്യും. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യും? ബാക്കിയുള്ള ഓയിൽ, റിമൈനിങ് ഓയിൽ ഗ്യാസ് ഗോസ് ത്രൂ എ ഹോൾ ടു ദി ക്രാങ്ക് പിൻ. ക്രാങ്ക് പിൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അതായത് ഏതൊക്കെ കണക്ട് ചെയ്യുന്ന ക്രാങ്കും കണക്റ്റിംഗ് റോഡും കണക്ട് ചെയ്യുന്നത്, അതാണ് ക്രാങ്ക് പിൻ. ക്രാങ്കിനെ കണക്റ്റിംഗ് റോഡായിട്ട് കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിൻ. അവിടത്തേക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ള കുറച്ച് ഓയിൽ പോകും, അതായത് കുറച്ച് ഓയിൽ ക്രാങ്കിലേക്ക് പോകും. ഇനി ഓയിൽ കൂളർ യൂസ് ചെയ്യും. ഇവിടെ എന്തിനാണ്? ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ കൂൾ ചെയ്യണം. കാരണം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ത് ചെയ്യും? ഈ ഹോട്ട് പാർട്ടിൽ കൂടി പോകുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നോർമലി ചൂടാവും. ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ചൂടാവുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തണുപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓയിൽ കൂളർ യൂസ് ചെയ്യും. ഇത്രയാണ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ പാർട്ട്. അടുത്ത് നോക്കുക, എയർ ഇൻടേക്ക് സിസ്റ്റം. ഞാൻ പറഞ്ഞു CA എഞ്ചിനിൽ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ എയറും ഫ്യൂവലും സെപ്പറേറ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യുക. എഞ്ചിൻ പോലെയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യുക. സോ നമ്മളിവിടെ നോക്കുമ്പോൾ എയർ ഇൻടേക്ക് സിസ്റ്റം നോക്കുമ്പോൾ അതിൻ്റെ ഫ്ലോ ഇങ്ങനെ വരുന്നത്: എയർ ക്ലീനർ, ടർബോ ചാർജർ, ഇൻടേക്ക് മാനിഫോൾഡ്, ഇൻലെറ്റ് പോർട്ട്, ഇൻലെറ്റ് വാൾവ്, ദെൻ സിലിണ്ടർ ബോർ. സോ നോക്കുക എന്തൊക്കെയാണ് ഫസ്റ്റ് നടക്കുന്നത് നോക്കുക. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ദി എയർ ക്ലീനർ ഈസ് എ ഫിൽട്ടർ ദാറ്റ് പ്രിവെൻറ്റ്സ് ഡസ്റ്റ് ഫ്രം എൻ്ററിങ് ദി സിലിണ്ടർ ബോർ. അത് അവിടെ എയർ ക്ലീനറിൻ്റെ സൈഡിൽ നല്ലൊരു ഫിൽട്ടർ ഉണ്ടാവില്ല. ആ ഫിൽട്ടർ എന്ത് ചെയ്യും? ആ സിലിണ്ടറിൻ്റെ ബോറിലേക്ക്, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ എന്ത് ചെയ്യും? ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന പ്രശ്നം, അതൊക്കെ എന്ത് റിമൂവ് ചെയ്യും. അതാണ് ചെയ്യുന്നത്, ഫിൽട്ടറാണ് ചെയ്യുന്നത്. അതിനുശേഷം എയർ ക്ലീനറിന് ശേഷം ഒരു ടർബോ ചാർജർ ഉണ്ടാവും. ടർബോ ചാർജ് എന്ത് ചെയ്യും? ടർബോ ചാർജ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദി എൻജിൻ ദാറ്റ് കംപ്രസസ് എയർ ഫ്രം ദി എയർ ഫിൽട്ടർ. അതായത് എയർ ഫിൽറ്ററിൽ നിന്ന് ക്ലീൻ ആയിട്ട് വരുന്ന എയറിന് എന്ത് ചെയ്യണം? നമ്മൾ ഹൈ പ്രഷറിൽ വേണം എന്ത് ചെയ്യാൻ? ഉള്ളിലേക്ക് കൊടുക്കാൻ. സോ ഹൈ പ്രഷറിൽ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എയർ നമ്മളെ കംപ്രസ് ചെയ്യണം അല്ലേ? സോ എയറിനെ കംപ്രസ് ചെയ്യുന്ന ആരാണ്? ടർബോ ചാർജറാണ് എയറിനെ കംപ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഹൈ കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും? ഇൻടേക്ക് മാനിഫോൾഡ് വഴി എയിലേക്ക് പോകും. അത് ഇൻടേക്ക് മാനിഫോൾഡ് വെച്ചാൽ ആ എയറിൻ്റെ ഉള്ളിലോട്ട്, സിലിണ്ടറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ, അതിനാണ് ഇൻടേക്ക് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പാസേജ്, അത്രയേ ഉള്ളൂ. ഇൻടേക്ക് മാനിഫോൾഡ് ഈസ് എ പൈപ്പ് ദാറ്റ് ട്രാൻസ്പോർട്ട് എയർ ഫ്രം ദി ടർബോ ചാർജർ ടു ദി ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ടിലെത്തിയ എന്തായി? ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൾവ് എന്ത് ചെയ്യും? എയറിനെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക്, അതായത് ടർബോ ചാർജറിന് ഇൻലെറ്റ് മാനിഫോൾഡിലെത്തിയ എയറിന് എന്ത് ചെയ്യും? സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. പിന്നെ ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി വാൾവ് ഈസ് കൺട്രോൾ ബൈ എ ക്യാം ഷാഫ്റ്റ്. അതായത് ഈ ഇൻലെറ്റ് വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻലെറ്റ് വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ് കൺട്രോൾ ചെയ്യുന്നവരാണ് ക്യാം ഷാഫ്റ്റ്. ഫൈൻ. സോ അടുത്ത് നോക്കുക, എക്സോസ്റ്റ് സിസ്റ്റം. എന്താണ് എക്സോസ്റ്റ് സിസ്റ്റം നോക്കുക. അതിന് മെയിൻ പാർട്ടാണ് നോക്കുക. എന്തൊക്കെയാണ്? സിലിണ്ടർ ബോർ, എക്സോസ്റ്റ് വാൾവ്, എക്സോസ്റ്റ് പോർട്ട്, എക്സോസ്റ്റ് മാനിഫോൾഡ്, ടർബോ ചാർജർ, മഫ്ലർ.
നോക്കുക, ഈ എക്സോസ്റ്റ് ബോട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വളരെ അധികം സൗണ്ടിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. നമ്മളത് എക്സോസ്റ്റ് വാൾവിൽ കൂടി പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ, സ്മോക്ക് ആയാലും എന്തായാലും വളരെയധികം സൗണ്ടിലായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഹൈ സൗണ്ടിലായിരിക്കും പുറത്തേക്ക്. അതായത് ഹൈ സൗണ്ടിൽ പുറത്തേക്ക് വരുന്ന പ്രശ്നം എന്താ, ഇത് ഭയങ്കരമായിട്ട് നോയ്സ് ക്രിയേറ്റ് ചെയ്യും, സറൗണ്ടിങ് നോയ്സ് ക്രിയേറ്റ് ചെയ്യും. സോ നമ്മളതിൻ്റെ നോയ്സ് കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നോർമലി സൈലൻസറൊക്കെ യൂസ് ചെയ്യും അല്ലേ. നോർമലി കണ്ടിട്ടുണ്ടാവും സൈലൻസറൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഈ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഈ നമ്മൾ ഈ പുകക്കുഴലിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും, സൈലൻസർ യൂസ് ചെയ്യും. അതായത് വണ്ടീൻ്റെ പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റിൻ്റെ സൗണ്ട് കുറക്കാൻ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മഫ്ലർ എന്നുള്ളൊരു സാധനം ഇവിടെ യൂസ് ചെയ്യുന്നത്. മഫ്ലർ എന്നുള്ള ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ സെയിം തന്നെ ഓൾമോസ്റ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ടു റെഡ്യൂസ് എൻജിൻ നോയ്സ് ദി എക്സോസ്റ്റ് ഈസ് പാസ്ഡ് ത്രൂ ദി മഫ്ലർ. ദി എക്സോസ്റ്റ് ഗ്യാസസ് ഹാവ് എ ഹയർ പ്രഷർ ദാൻ അറ്റ്മോസ്ഫിയർ. അതായത് എന്തുണ്ടാവും, ഈ പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിന് എന്തായും അറ്റ്മോസ്ഫിയറിനെ കാട്ടി ഹൈ പ്രഷറിലാണ് ഉണ്ടാവുക. If these gases were to be released directly to the atmosphere, a loud, unpleasant noise would sound, similar to the sound of firing a gun. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മഫ്ലർ യൂസ് ചെയ്ത് ഇത് കുറച്ച് കൂൾ ചെയ്ത്, എക്സോസ്റ്റ് ഗ്യാസ് കൂൾ ചെയ്ത് സൗണ്ട് റെഡ്യൂസ് ചെയ്ത്, നോയ്സ് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുക. ഓക്കെ, അടുത്തെന്താ, കൂളിംഗ് സിസ്റ്റം. ലൂബ്രിക്കേഷൻ സിസ്റ്റം പറഞ്ഞായിരുന്നു. അതേപോലെ വേറൊരു സംഭവം കൂടി കൂളിംഗ് സിസ്റ്റം. രണ്ട് ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ഉള്ളത്. എന്തൊക്കെയാണ്, ഒന്ന് എയർ കൂളിംഗ് എന്ന് പറയും, മറ്റൊന്ന് വാട്ടർ കൂളിംഗ് എന്ന് പറയും. എയർ കൂളിംഗ് എന്തായിരിക്കും, നമ്മൾ കൂളിംഗ് ചെയ്യുന്ന മീഡിയം, കൂളിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം എന്തായിരിക്കും, എയർ ആയിരിക്കും. ഇനി വാട്ടർ കൂളിംഗ് ആണെങ്കിൽ കൂളിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം വാട്ടർ ആയിരിക്കും. ഇനി എയർ കൂളിംഗ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈ ലൈറ്റ് വെഹിക്കിൾസിലാണ്, മോട്ടോർ സൈക്കിള്, അതിൽ ബൈക്സ്, അതിലൊക്കെയാണ് എയർ കൂളിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പഴയ കാറുകൾ, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് എയർ കൂളിംഗ് ആണ്. ഇനി വാട്ടർ കൂളിംഗ് യൂസ് ചെയ്യുന്നത് എന്താ, ഇപ്പോൾ ഉള്ള ബസ്, ട്രക്സ്, ഹെവി വെഹിക്കിൾസ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് വാട്ടർ കൂളിംഗ് ആണ്. നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഈ വോൾവോ ബസ്സൊക്കെ, നോർമലി വോൾവോ ബസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. വോൾവോ ബസ്സിലൊക്കെ ആണെങ്കിൽ ആ ബസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, ആണെങ്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ സൈഡിൽ നിങ്ങനെ പുറത്തേക്ക് വെള്ളം ഉറ്റുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ആ ബസ്സിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഡ്രോപ്പായി വീഴുന്നുണ്ടാവും. അത് എ സിൻ്റെ വെള്ളം എന്തായാലും ഉണ്ടാവും. അത് എ സിൻ്റെ വെള്ളം മാത്രമായിരിക്കില്ല, അതിൻ്റെ കൂടെ എന്തുണ്ടാവും, കൂളൻ്റ് വാട്ടറും ഉണ്ടാവും. അതിൻ്റെ കൂടെ കൂളൻ്റ് വാട്ടറും പുറത്തേക്ക് വരുന്നതെന്ന് വെച്ചാൽ വാട്ടർ കൂളിംഗ് സിസ്റ്റം, ആ ഒരു സിസ്റ്റം അവിടെ യൂസ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെഹിക്കിൾസിലത്തെ ഹെവി വെഹിക്കിൾസിലല്ല യൂസ് ചെയ്യുന്നത്, എന്താണ്, വാട്ടർ കൂളിംഗ് ആണ്. ഇനി ഇവിടെ എവരി സിലിണ്ടർ ഇൻ എൻ എൻജിൻ ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ജാക്കറ്റ്സ്. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിലിണ്ടറിലാണ് ഈ കൂളിംഗ് യൂസ് ചെയ്യുന്നത്, എൻജിൻ സിലിണ്ടറിലാണ് യൂസ് ചെയ്യുന്നത്. എൻജിൻ സിലിണ്ടറിൽ നിന്നുണ്ട് എല്ലാ സിലിണ്ടറും എന്താണ്, വാട്ടർ ജാക്കറ്റ്സ് വെച്ചിട്ട് എന്തുണ്ട്, സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ദി വാട്ടർ ഇൻ ദി ജാക്കറ്റ്സ് അബ്സോർബ് ഹീറ്റ് ഫ്രം സിലിണ്ടർ. അതായത് ഈ ജാക്കറ്റ്സിലെ വാട്ടർ എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ദ ഹീറ്റർ വാട്ടർ കണ്ടക്റ്റഡ് ത്രൂ ദി റേഡിയേറ്റർ ആൻഡ് ഹെൽപ്സ് കൂൾ ദി വാട്ടർ. ഈ ജാക്കറ്റിലെ വാട്ടർ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും അല്ലെ. ജാക്കറ്റിലെ വാട്ടർ എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഇതെന്ത് ചെയ്യും, ഈ ഹീറ്റഡ് വാട്ടർ എന്ത് ചെയ്യും, റേഡിയേറ്ററിലെ കൂടി പാസ് ചെയ്യും. ആ റേഡിയേറ്റർ എന്ത് ചെയ്യും, ഈ വാട്ടറിനെ തണുപ്പിക്കും. ഓക്കെ, സോ ഇതാണ് വാട്ടർ കൂളിങ്ങിൽ നടക്കുന്ന മെയിൻ സംഭവങ്ങൾ. ഇനി അടുത്ത് നോക്കുക, അടുത്ത് എന്താണ്, ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇലക്ട്രിക് സിസ്റ്റം എന്തൊക്കെയാണ് നോക്കുക. ഇലക്ട്രിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഫൈനൽ അവിടെ നടക്കുന്ന ഡിഫറെൻറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണ് നോക്കുക. ദ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓഫ് എൻ എൻജിൻ ഈസ് കംപ്രസ്ഡ് ഓഫ് ദി ഫോളോയിങ് പാർട്സ്. എന്തൊക്കെയാണ് പാർട്സ്, ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയും. അതിൽ നിന്ന് നടക്കുന്ന നോക്കിയാൽ സ്റ്റാർട്ടർ മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ റൊട്ടേറ്റിംഗ് ദി ഫ്ലൈ വീൽ. എൻജിൻ്റെ ഫ്ലൈ വീൽ നമുക്ക് ആദ്യം എൻജിൻ സ്റ്റാർട്ടാക്കണം, അല്ലെ ഇനീഷ്യൽ എൻജിൻ സ്റ്റാർട്ടാക്കണം. ഇനീഷ്യൽ എൻജിൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്റ്റാർട്ടർ മോട്ടോർ. ഇനി സ്റ്റാർട്ടർ മോട്ടോർ റിസീവ്സ് ഇറ്റ്സ് പവർ സപ്ലൈ ഫ്രം ദി ബാറ്ററി. ഒരു ബാറ്ററിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ എൻജിൻ സ്റ്റാർട്ടാക്കാനുള്ള പവർ സ്റ്റാർട്ടർ മോട്ടോറിന് കിട്ടുന്നത്. ദ പിനിയൻ ഓഫ് ദി സ്റ്റാർട്ടർ മോട്ടോർ എൻഗേജസ് വിത്ത് ദി ടീത്ത് ഓഫ് എ ഫ്ലൈ വീൽ റിംഗ് ആൻഡ് റൊട്ടേറ്റ്സ്. അതായത് സ്റ്റാർട്ടർ മോട്ടോറിൻ്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു ഫ്ലൈ വീലിൻ്റെ ടീത്തായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്റ്റാർട്ടർ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ടീത്ത് റൊട്ടേറ്റ് ചെയ്യും, അന്നേരം എന്ത് ചെയ്യും, ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യും. അതാണ് സ്റ്റാർട്ടർ മോട്ടർ. ഇനി സെക്കൻഡ് എന്താ, ആൾട്ടർനേറ്റർ എന്ന് പറയും. ആൾട്ടർനേറ്റർ വെച്ചാൽ എന്താ, ദി മെയിൻ ജോബ് ഓഫ് ദി ആൾട്ടർനേറ്റർ ഈസ് ടു ചാർജ് ദി ബാറ്ററി. അതായത് നമുക്ക് സ്റ്റാർട്ടർ മോട്ടർ സ്റ്റാർട്ടാക്കണമെന്ന് വേണം, ബാറ്ററി വേണം അല്ലേ. ആ ബാറ്ററിനെ ചാർജ് ചെയ്യുന്ന ആരാ, ആൾട്ടർനേറ്റർ ആണ്. നമുക്ക് ആൾട്ടർനേറ്റർ എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്, എൻജിനിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് എ പുള്ളി, ഒരു പുള്ളി സിസ്റ്റം ഉണ്ട്. ഓക്കെ,
പിന്നെ ബാറ്ററി, നോർമലി യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് വെച്ചാൽ 2 ബാറ്ററി യൂസ് ചെയ്യുക. ഈച്ച് വിത്ത് 12 വോൾട്ട് കപ്പാസിറ്റിയാണ്. 12 വോൾട്ട് കപ്പാസിറ്റിയിൽ 2 ബാറ്ററിയാണ് നമ്മൾ നോർമലി ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്സ് ഓഫ് സി എൻജിൻ നോക്കുകയാണെങ്കിൽ നോക്കുക ഏതൊക്കെ ടൈപ്പാണ് നോക്കുക. എന്താണ് സ്ട്രോക്ക്, ബേസ്ഡ് ഓൺ സ്ട്രോക്ക് വെച്ചിട്ട് എന്തുണ്ട് 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക് ക്ലാസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 4 സ്ട്രോക്ക് എഞ്ചിൻ 2 സ്ട്രോക്ക് എഞ്ചിൻ. ഇനി ബേസ്ഡ് കമ്പഷൻ ആണെങ്കിലോ സ്പാർക്ക് ഇഗ്നീഷനും കംപ്രഷൻ ഇഗ്നീഷനും. ഇനി കൂളിംഗ് ആണെങ്കിൽ വാട്ടർ കൂളിംഗ്, എയർ കൂളിംഗ്. ഇനി ബേസ്ഡ് ഓൺ വാൾവ് മെക്കാനിസം ഓവർ ഹെഡ് മെക്കാനിസം, ഓവർ ഹെഡ് വാൾവും ഓവർ ഹെഡ് ക്യാംസും. പിന്നെ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇൻലൈൻ, വി ടൈപ്പ്, ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് ടൈപ്പ്, ഹൊറിസോണ്ടൽ മൗണ്ട് ടൈപ്പ്. ഇതിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാൻ, നമുക്ക് ആകെ പഠിക്കാനിലൂടെ ഇത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. ദറ്റ് ഈസ് 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക്. അത് മാത്രമേ നിങ്ങളെ സിലബസിൽ പറയുന്നുള്ളൂ. സോ നമുക്ക് നേരെ അതിലേക്ക് പോവാം. 2 സ്ട്രോക്ക് എഞ്ചിൻ, ആദ്യത്തെ 2 സ്ട്രോക്ക് സി എഞ്ചിൻ നോക്കുക. ഓക്കെ, എ 2 സ്ട്രോക്ക് ഓർ 2 സൈക്കിൾ എഞ്ചിൻ is a type of internal combustion engine that completes a power cycle with 2 strokes, that is up and down movements of the piston during only one crankshaft revolution. അതിന് മീനിങ് എന്താ വിചാരിച്ചാൽ ഫസ്റ്റ് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ വെച്ചാൽ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ്. ഞാൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്താ പറഞ്ഞത്, എന്താണ് അവിടെ കമ്പസ്റ്റൻ നടക്കുന്നത് എന്തായിരിക്കും, സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും. സോ അതിനാണ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്ട്രോക്കുകാരനാണ്. 2 സ്ട്രോക്ക്, ഒരു സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രോക്കിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ പിസ്റ്റൺ ഈ പോർഷൻ നമ്മൾ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും, TDC, ടോപ്പ് ഡെഡ് സെൻറ്റർ TDC. ഇനി ഇതിൻ്റെ ആണ് ബോട്ടം പോർഷൻ. ബോട്ടം പോർഷൻ എന്താ പറയും, ബോട്ടം ഡെഡ് സെൻറ്റർ BDC. അതായത് ഈ പിസ്റ്റൺ TDCന്ന് BDCയിലേക്ക് ഒരു തവണ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, അതിനൊരു സ്ട്രോക്ക് എന്ന് പറയും. ഓക്കെ, സോ ഇത് ഒരു തവണ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ക്രാങ്ക് 180 ഡിഗ്രി, അതൊരു സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. 180 ഡിഗ്രി സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി വീണ്ടും എന്ത് ചെയ്യും, ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് തിരിച്ച് വീണ്ടും മൂവ് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും, ബാക്കിയുള്ള 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. സോ എന്തായി, ഇത് ഫുള്ള് ഇപ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഈ പിസ്റ്റൺ 2 സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് എന്ത് ചെയ്തു, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഡിഫറെൻറ്റ് സ്ട്രോക്സ് ഇവിടെ വരുന്നത് ഇതൊക്കെയാണ്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇതാണ് ഇവിടെ വരുന്ന ഡിഫറെൻറ്റ് സ്ട്രോക്ക്. പിന്നെ ഇവിടെ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു, ഒരു എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവും, ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ടാവും, ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, ഒരു പിസ്റ്റൺ ഉണ്ടാവും, പിന്നെ എയർ ഇൻടേക്ക് സിസ്റ്റം ഉണ്ടാവും സെപ്പറേറ്റ്, പിന്നെ ഒരു ക്രാങ്ക് കേസ് ഉണ്ടാവും, പിന്നെ ഇത് ക്രാങ്ക് എന്ന് പറയും. പിന്നെ ഈ പിസ്റ്റണും ക്രാങ്കിനും കണക്ട് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, കണക്റ്റിംഗ് റോഡ് എന്ന് പറയും അല്ലേ. സോ ഇതൊക്കെയാണ് ഒരു മെയിൻ പാർട്ട്. ഇനി നമുക്ക് അതിന് ഫസ്റ്റ് വർക്കിംഗ് നോക്കുക. അത് വർക്കിംഗ് ഓഫ് എ 2 സ്ട്രോക്ക് എഞ്ചിൻ. ജസ്റ്റ് അതിൻ്റെ ഒരു മെക്കാനിക്സ് സൈഡ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നോക്കുക. വർക്കിംഗ് 2 സ്ട്രോക്ക് എഞ്ചിൻ ഒന്നുമില്ല നോക്കുക. ഇവിടെ ആദ്യം നടക്കുന്ന ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് നടക്കുന്നത് എന്താ വിചാരിച്ചാൽ, ആദ്യം നടക്കുന്ന സ്റ്റേജ് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് നടക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇൻലെറ്റ് പോർട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഇൻലെറ്റ് പോർട്ടിലെ കൂടെ എന്ത് ചെയ്യും, എയർ, അതായത് കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. കംപ്രസ്ഡ് എയറിൻ്റെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, കംപ്രസ്ഡ് എയറിൻ്റെ ഉള്ളിലേക്ക് കയറും. കംപ്രസ്ഡ് എയറിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഈ ക്രാങ്കിനെ പുഷ് ചെയ്യാൻ തുടങ്ങും. ക്രാങ്കിനെ പുഷ് ചെയ്യുമ്പം ഈ പിസ്റ്റൺ സാവധാനം മുകളിലേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യും. അതായത് പിസ്റ്റൺ താഴത്തുനിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. താഴത്തുനിന്ന് മുകളിലേക്ക് എന്ന് വെച്ചാൽ എന്താ, BDCന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് എന്ത് ചെയ്യും, പിസ്റ്റൺ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ സാവധാനം ഈ എയർ ഇൻലെറ്റിൽ കൂടെ എന്ത് ചെയ്യും, എയർ എൻ്റർ ചെയ്തുകൊണ്ട് നിൽക്കും. പിസ്റ്റൺ മുകളിലേക്ക് പോയിക്കൊണ്ടേ നിൽക്കും. ഇനി പിസ്റ്റൺ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും, ഈ ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ്ഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി. ട്രാൻസ്ഫർ പോർട്ട് എന്താണെന്ന് ഞാൻ പറയാം. ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി പിന്നെയും പിസ്റ്റൺ മുകളിലേക്ക് പോകും. ആ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇൻലെറ്റ് പോർട്ടിലേക്ക് കൂടി വന്ന ഇൻലെറ്റ് പോർട്ടിലേക്ക് കൂടി വന്ന എയർ എന്ത് ചെയ്യും, ഈ കേസിൻ്റെ ഉള്ളിൽ കൂടി, അതായത് സിലിണ്ടറിൻ്റെ കേസിൻ്റെ ഉള്ളിൽ കൂടി വന്ന് എന്ത് ചെയ്യും, ഈ പിസ്റ്റൻ്റെ സൈഡിൽ കൂടി പോയി എന്ത് ചെയ്യും, പിസ്റ്റൻ്റെ മുകളിലേക്ക് എത്തും. പിസ്റ്റൻ്റെ മുകളിലത്തെ പോർഷനിലേക്ക് എത്തും.
ഓക്കെ. പിന്നെ വീണ്ടും ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എയർ വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ കൂടുതൽ മുകളിലേക്ക് പോകും. ആ പിസ്റ്റൺ ഈ മുകളിലേക്ക് എത്തിയ എയറിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. അന്നേരമാണ് നമ്മൾ സെക്കൻഡ് സ്ട്രോക്ക് തുടങ്ങുക, കംപ്രഷൻ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതായത് എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ ഈ മുകളിലേക്ക് എത്തിയ എയറിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു പർട്ടിക്കുലർ കംപ്രഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ത് ചെയ്യും, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും. എന്താണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും, അതായത് കംപ്രഷൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് സ്ട്രോക്ക്. അതായത് കംപ്രഷൻ എൻഡിലെത്തി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലുള്ള എയർ എന്താണ്, ഹൈ പ്രഷറിലാണ് കിടക്കുന്നത്. കംപ്രസ്ഡ് എയർ ആണ്, ഹൈ പ്രഷർ എയർ ആണ്. സോ ഈ ഹൈ പ്രഷർ എയറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്യൂവലും എയറും കൂടി ബേൺ ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും, അത് ബേണിങ് തുടങ്ങും. അതിൻ്റെ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫ്യൂവൽ എയർ ബേണിങ് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫ്യൂവൽ എയർ കൂടിയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ സമയത്ത് എന്ത് ചെയ്യും, ഈ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ പ്രഷർ കാരണം എന്ത് ചെയ്യും, പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക്, അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. സാവധാനം താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ എക്സോസ്റ്റ് പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന എക്സോസ്റ്റ് പോർട്ട് എന്ത് ചെയ്യും, ഓപ്പൺ ആവും. ഈ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുന്ന എപ്പോഴേക്കും വെച്ചാൽ ഈ എക്സ്പാൻഷൻ നടന്ന് ഇതിൻ്റെ കമ്പഷനൊക്കെ കഴിഞ്ഞ് അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒക്കെ ബേൺ ചെയ്ത് ബേണിങ്ങിൻ്റെ ലാസ്റ്റിലെത്തുമ്പോൾ എന്താ ചെയ്യും, അവസാനത്തെ സ്റ്റേജ് അതായത് എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങും. എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഫ്യൂവലൊക്കെ ബേൺ ചെയ്തിട്ടുണ്ടാവും. അവിടെ ബേൺഡ് ഫ്യൂവൽ അല്ലെങ്കിൽ സ്മോക്ക് അതൊക്കെ കിടക്കുന്നുണ്ടാവും, ഗ്യാസസ് ഒക്കെ കിടക്കുന്നുണ്ടാവും. ആ ഗ്യാസ് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകണം. ആ ഗ്യാസിൻ്റെ പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യുകയാണ്, എക്സോസ്റ്റ് പോർട്ട് വഴിയാണ്. സോ ആ പോർട്ട് എന്ത് ചെയ്യും, ഈ ബേൺ ചെയ്ത ഗ്യാസ് അതൊക്കെ പുറത്തേക്ക് പോകും. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് സ്ട്രോക്സ്. ഇനി ഈ എക്സോസ്റ്റ് പോകേണ്ട സമയത്ത് എന്തായിരിക്കും, പിസ്റ്റൺ എന്തായിരിക്കും ഏറ്റവും താഴത്തായിരിക്കും ഉണ്ടാവുക, അല്ല BDC ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കും പിസ്റ്റൺ ഉണ്ടാവുക. സോ ഇത്രയാണ് വർക്കിംഗ് ഓഫ് എ 2 സ്ട്രോക്ക് സി എഞ്ചിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ് 4 സ്ട്രോക്ക് സി എഞ്ചിൻ. ഇനി 4 സ്ട്രോക്ക് സി എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താ, എ 4 സ്ട്രോക്ക് ഓർ 4 സൈക്കിൾ എഞ്ചിൻ ഈസ് എൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. അതൊക്കെ എന്താണ്, IC എഞ്ചിൻ തന്നെയാണ്, കമ്പഷൻ നടക്കുന്ന ഉള്ളിലാണ്. ഇനി ഇവിടെ പിസ്റ്റൺ കംപ്ലീറ്റ്സ് 4 സെപ്പറേറ്റ് സ്ട്രോക്സ് വൈൽ ടേണിങ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ഇവിടെ പിസ്റ്റൺ എന്ത് ചെയ്യും, ഓരോ സ്ട്രോക്കിലും തൊട്ട് മുന്നേ നമ്മൾ 2 സ്ട്രോക്കിലാണെങ്കിൽ ഈ പിസ്റ്റൺ താഴത്തുനിന്ന് മുകളിലേക്ക്, അതായത് BDCന്ന് TDCയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഏതൊക്കെ നടക്കുന്നത്, സക്ഷൻ സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കും രണ്ടും നടക്കുന്ന എവിടെയാണ്, പിസ്റ്റൺ BDCന്ന് TDCയിലേക്ക് പോകുമ്പോഴാണ്. ഇനി സെക്കൻഡ് സ്ട്രോക്ക്, അതായത് പിസ്റ്റൺ TDCന്ന് തിരിച്ച് BDCയിലേക്ക് വരുമ്പോൾ എന്തായി, അവിടെ ഫസ്റ്റ് കമ്പഷൻ സ്ട്രോക്ക് നടന്നു, അതായത് പവർ സ്ട്രോക്ക് നടന്നു. പിന്നെ എന്ത് ചെയ്തു, എക്സോസ്റ്റ് സ്ട്രോക്ക് നടന്നു. അതായത് തിരിച്ച് TDCന്ന് BDCയിലേക്ക് വരും. അതായത് 2 സ്ട്രോക്കിൽ എന്ത് ചെയ്തു, ഈ എല്ലാ വർക്കിങ്ങും തീർന്നു. പക്ഷെ ഇവിടെ 4 സ്ട്രോക്കിൽ എങ്ങനെ വരെ വെച്ചാൽ ഈ ഓരോ സ്ട്രോക്കിൽ എന്ത് ചെയ്യും, പിസ്റ്റൺ TDCന്ന് BDCയിലേക്ക് അല്ലെങ്കിൽ BDCന്ന് TDCയിലേക്ക് മൂവ് ചെയ്യും. അത് ഓരോ സ്ട്രോക്കിലും എന്ത് ചെയ്യും, പിസ്റ്റൺ ടോപ്പിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ഇനി ജസ്റ്റ് ഇതിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ഒരു ഇൻടേക്ക് വാൾവ് ഉണ്ട്. നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെയും പെട്രോൾ എഞ്ചിൻ്റെയും പാർട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. വളരെ ചെറിയ ഡിഫറൻസുകൾ നോക്കുക. എന്തൊക്കെ വരുന്ന ഇൻടേക്ക് വാൾവ് ഉണ്ടാവും, ഒരു എക്സോസ്റ്റ് വാൾവ് ഉണ്ടാവും. ഇൻടേക്ക് വാൾവ് എന്തിനായിരിക്കും, ഫ്യൂവലിന് ഉള്ളിലേക്ക് എടുക്കാൻ. എക്സോസ്റ്റ് വാൾവ് എന്തിനായിരിക്കും, ഈ ഫ്യൂവൽ ബേൺ ചെയ്ത ശേഷം ഗ്യാസസ് അതൊക്കെ എസ്കേപ്പ് ചെയ്യുന്നത് എക്സോസ്റ്റ് വാൾവ് വഴിയായിരിക്കും. പിന്നെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ടാവും. ഫ്യൂവൽ ഇഞ്ചക്ടർ എന്തിനായിരിക്കും, ഫ്യൂവലിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യാൻ, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്യുക, അതിനാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ. പിന്നെ എന്തുണ്ടാവും, ഇതൊക്കെ നടക്കുന്ന ഏതിൻ്റെ ഉള്ളിലായിരിക്കും, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ, ഇത് നമ്മൾ സിലിണ്ടർ എന്ന് പറയും. പിന്നെ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും ഒരു പിസ്റ്റൺ ഉണ്ടാവും. പിസ്റ്റൺ ഏതൊരു കണക്ട് ഉണ്ടാവും, ഒരു ക്രാങ്ക് വരെ ഉണ്ടാവും. ഇനി പിസ്റ്റണും ക്രാങ്കും കണക്ട് ചെയ്യുന്ന പോർഷൻ നമ്മൾ എന്ത് പറയും, കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് വരുന്നത്. ആ സെയിം പാർട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് നോക്കാം. അതായത് ഓരോ പാർട്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കുക. ഫസ്റ്റ് പാർട്ട് എന്താണ്, എയർ ഇൻടേക്ക് സിസ്റ്റം അല്ലേ. അത് നോക്കുക, എയർ ഇൻടേക്കിൻ്റെ സമയത്ത് ഇനീഷ്യൽ എയർ ഇൻടേക്ക് നടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ എവിടെ ഉണ്ടാവുക വെച്ചാൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണ് ഉണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും.
ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇൻലെറ്റ് വാൾവിലെ കൂടെ എന്ത് ചെയ്യും, ഫ്യൂവൽ അല്ല, ഇനീഷ്യൽ എന്തുണ്ടാവും, എയർ ഉള്ളിലേക്ക് കയറും. എയർ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും, എയറിൻ്റെ പ്രഷർ കാരണം എന്ത് ചെയ്യും, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്ത് പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും, പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ സക്ഷൻ സ്ട്രോക്ക് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവും. സോ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തി പിസ്റ്റൺ സക്ഷൻ സ്ട്രോക്ക് കഴിയുമ്പോഴേക്ക്. ഇനി നോക്കുക, ആ സമയത്ത് ക്രാങ്ക് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, ക്രാങ്ക് 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. എയർ നമ്മൾ ഉള്ളിലേക്ക് മാക്സിമം എടുത്തു. ആ സമയത്ത് എക്സോസ്റ്റ് വാൾവ് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്, കംപ്രഷൻ സ്റ്റേജ്. കംപ്രഷൻ സ്റ്റേജ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് ആയിരിക്കും. ഈ നമ്മൾ ഫുള്ളായിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് എയർ ഫുള്ളായിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. അതായത് കംപ്രഷൻ സ്റ്റോക്കിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ ഈ ഉള്ളിലേക്ക് എടുത്ത എയറിന്, അതായത് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എടുത്ത എയറിന് എന്ത് ചെയ്യും, നമ്മൾ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. കംപ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ എയറിനെ മാക്സിമം കംപ്രസ് ചെയ്ത് മാക്സിമം കംപ്രഷനിലെത്തിക്കും. സോ ആ സമയത്ത് എന്തായിരിക്കും, ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. ഓക്കെ, ഇൻടേക്ക് ഉള്ളിൽ വെച്ചിരിക്കുന്ന എയറിനെ മാക്സിമം കംപ്രസ് ചെയ്യിക്കും. അതായത് കംപ്രഷൻ കഴിയുമ്പോഴേക്കും മാക്സിമം അതിനുള്ള എയർ കംപ്രസ്ഡ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റേജാണ് കമ്പസ്റ്റൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്ന് പറയും. ഇനി ഈ പവർ സ്ട്രോക്കിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം പിസ്റ്റൺ എവിടെ കിടക്കുന്നത്, പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിലാണ് കിടക്കുന്നത്. ക്രാങ്ക് എത്ര ഇപ്പം കംപ്ലീറ്റ് ചെയ്തു, ഇനീഷ്യലി 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അതായത് ഇനീഷ്യലി ക്രാങ്ക് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ എത്തി. അതായത് ടോട്ടൽ ഇപ്പം ക്രാങ്ക് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ക്രാങ്ക് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതായത് കംപ്രഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ, ക്രാങ്ക് 360 ഡിഗ്രി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി കമ്പഷൻ സ്ട്രോക്ക് ഓർ പവർ സ്ട്രോക്ക് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഓൾറെഡി ഹൈ പ്രഷറിലുള്ള എയർ എന്തുണ്ട്, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. അവിടത്തേക്ക് എന്ത് ചെയ്യും, ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഹൈ പ്രഷറിലുള്ള എയർ ആണ് ഉള്ളിലുള്ളത്. ഈ ഹൈ പ്രഷർ എയറിലേക്ക് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈ പ്രഷർ എയറും ഈ ഫ്യൂവലും കൂടി മിക്സ് ആവും, ബേണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഇതിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ആ എക്സ്പാൻഷൻ എന്ത് ചെയ്യും, ഈ പിസ്റ്റണിനെ പുഷ് ചെയ്യും എന്ത് ചെയ്യും, പിസ്റ്റൺ എവിടത്തേക്ക് മൂവ് ചെയ്യും, പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് കമ്പസ്റ്റൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ എവിടെ എത്തിയിട്ടുണ്ടാകും, ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാകും. സോ അഗെയിൻ 180 ഡിഗ്രി, അതായത് 360 വീണ്ടും 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ അതായത് കമ്പസ്റ്റൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ആ സമയത്ത് എന്തായിരിക്കും, ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും ആ സമയത്ത് എന്തായിരിക്കും, ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. ഇനി അടുത്ത സ്റ്റേജാണ് എന്ത്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മളെ കമ്പസ്റ്റൻ എൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ബേൺഡ് ഫ്യൂവൽ അതുപോലെ ബേൺഡ് ഗ്യാസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പുറത്തേക്ക് കളയണം. അത് പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, എക്സോസ്റ്റ് സ്ട്രോക്ക്. സോ എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നിലവിൽ പിസ്റ്റൺ എവിടെയുള്ളത്, ബോട്ടം ഡെഡ് സെൻറ്ററിലാണ് അല്ലേ. ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, സാവധാനം മുകളിലേക്ക്, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ടോപ്പ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള ബേൺഡ് എയർ ഫ്യൂവൽ ഗ്യാസസിന് എന്ത് ചെയ്യും, പുഷ് ചെയ്യാൻ തുടങ്ങും. മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവും. എക്സോസ്റ്റ് വാൾവിൽ കൂടെ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. ഇത്രയാണ് ഒരു 4 സ്ട്രോക്ക് CNG നടക്കുന്ന ഡിഫറെൻറ്റ് മെക്കാനിസം. ഇനി അടുത്ത ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയാണ്, കമ്പാരിസൺ ബിറ്റ്വീൻ 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക് എന്തൊക്കെയാണ് നോക്കുക. ജസ്റ്റ് കമ്പാരിസൺ നോക്കുക. എന്താണ് 4 സ്ട്രോക്ക് നടക്കുന്ന, 4 സ്ട്രോക്ക് എഞ്ചിൻ കംപ്ലീറ്റ്സ് 2 റൊട്ടേഷൻസ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 സൈക്കിൾ. ഒരു സൈക്കിൾ എന്ത് ചെയ്യും, 4 സ്ട്രോക്ക് ഉണ്ടാവും. 2 സ്ട്രോക്കിൽ എന്താ, ഒരു റൊട്ടേഷനിൽ എത്ര സ്ട്രോക്കേ ഉണ്ടാവും, 2 സ്ട്രോക്കേ ഉണ്ടാവൂ. ഇനി 4 സ്ട്രോക്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഓരോ സ്ട്രോക്കിലും എന്ത് ചെയ്യും, പിസ്റ്റൺ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ഇനി ഇതിലാണെങ്കിലോ 2 സ്ട്രോക്കിലാണെങ്കിലോ ആകെ 2 സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലി 2 സ്ട്രോക്ക് ഓടുമ്പോഴേ പവർ പ്രൊഡ്യൂസ് ചെയ്യൂ. ഇനി അടുത്ത് എഞ്ചിൻ ഡിസൈൻ ഈസ് ലെസ് കോംപ്ലിക്കേറ്റഡ് ഡ്യൂ ടു വാൾവ് മെക്കാനിസം വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ത്രൂ ഗിയർ ആൻഡ് ചെയിൻ മെക്കാനിസം. അതായത് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, വാൾവ് ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവ് യൂസ് ചെയ്യുന്നത്. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ പോർട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നോക്കുക, ഈ വാൾവിനെ കമ്പയർ ചെയ്യുമ്പോൾ പോർട്ടിൻ്റെ മെക്കാനിസം പൊതുവെ കുറച്ച് സിമ്പിളാണ്, അതിൻ്റെ ഡിസൈനും സിമ്പിളാണ്.
ഓക്കെ. പിന്നെ അടുത്ത എന്താ, ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നോ നീഡ് ഓഫ് ആഡിങ് ഓയിൽ ഓർ ലൂബ്രിക്കൻറ്റ് ടു ഫ്യൂവൽ. നോർമലി ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നമ്മൾ ലൂബ്രിക്കൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അതിനോട് ഓയിലിനോട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ടു സ്ട്രോക്ക് എഞ്ചിനിൽ എന്താണ്, എപ്പോഴും നമുക്ക് പ്രോപ്പർ ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ഇനി ടോപ്പ് സൈഡ് ഓഫ് ദി പിസ്റ്റൺ ഈസ് ഫ്ലാറ്റ്. അതായത് നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കറിയാം, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ജസ്റ്റ് ഫിഗർ എന്നൊക്കെ മനസ്സിലാവും. നോക്കിയേ, ടോപ്പ് സൈഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ടോപ്പ് സൈഡ് ഓൾമോസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫ്ലാറ്റ് ആണ്. പക്ഷേ ടു സ്ട്രോക്ക് എഞ്ചിനിൽ നോക്കിയേ, ടു സ്ട്രോക്ക് എഞ്ചിനിൽ എന്താണ്, ഒരു ക്രൗൺ ഷേപ്പാണ്. ക്രൗൺ എന്ന് വെച്ചാൽ ഒരു കർവ്ഡ് ഷേപ്പാണ് അല്ലേ. സോ അതാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ പറയുന്നത്. അടുത്ത് നോക്കുക, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, കമ്പാരിറ്റീവ്ലി ഹെവിയർ ആണ്. കുറേ പാർട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഹെവിയർ ആണ്. പക്ഷേ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആണ്. ഫോർ സ്ട്രോക്ക് എഞ്ചിൻ അത്ര ഹെവി അല്ല, ടു സ്ട്രോക്ക് എഞ്ചിൻ ലൈറ്റർ ആണ്. അടുത്ത എന്താ, ഫോർ സ്ട്രോക്ക് എഞ്ചിൻ മേക്സ് ലെസ് നോയ്സ്. കൂടുതൽ നോയ്സ് ഒന്നും മേക്ക് ചെയ്യില്ല ഫോർ സ്ട്രോക്ക് എഞ്ചിൻ. ടു സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, കുറച്ചും കൂടി നോയ്സ് മേക്ക് ചെയ്യും, അത് കൂടുതൽ ലൗഡർ ആണ്. സോ ഇത്രയാണ് നമ്മൾ ടു സ്ട്രോക്ക് എഞ്ചിൻ ഫോർ സ്ട്രോക്ക് എഞ്ചിൻ നമ്മുടെ കമ്പാരിസണിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.